പ്രിയമുള്ളവരെ, ഇവർക്ക് വലിയ വിനീത എന്നാണ്. നാം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഹൈന്ദവ സമാജത്തിന് വളരെ അത്യാവശ്യമുള്ളതും എന്നാൽ പരിചയമില്ലാത്തതുമായ ചില ചിന്താ പദ്ധതികൾ, കാലനിർണ്ണയത്തെപ്പറ്റിയും വേദത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വേറൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ വിഷുദിനത്തിൽ ഭഗവാൻ കൃഷ്ണനെ അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും കാർട്ടൂണുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ജിഹാദികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കൃഷ്ണനെ കുഴിമന്തി തീറ്റിക്കുന്ന ആൾക്കാരുടെ ഒരു നിര തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തവണ ശ്രീകൃഷ്ണനെ ഇങ്ങനെ പർപ്പസ്ഫുള്ളി അവഹേളിക്കുന്ന ആൾക്കാർക്കൊരു മറുപടി പറയാൻ കഴിവില്ലാത്ത ഹൈന്ദവ സമാജത്തോട് വളരെ വിഷമത്തോടു കൂടി ഞാൻ പറയുന്നത്, നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ ഇവരൊക്കെ പറയുന്നത്, പല ഹിന്ദുക്കളും പറയുന്നത് കേട്ടാൽ എന്നാ അങ്ങനൊന്ന് പറഞ്ഞെന്നും പറഞ്ഞ് എന്നതാണ് മാപ്പ് പറഞ്ഞില്ലേ, പറഞ്ഞാലാണ്ട് പറ്റുമോ, ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. എന്നാൽ അവരുടെ ഒന്ന് പറഞ്ഞു നോക്കണം, നമ്മളൊന്ന് പറഞ്ഞു നോക്കണം, അപ്പോൾ അറിയാൻ പോരാ. അപ്പോൾ ഇതൊന്നും അല്ല, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, കൃഷ്ണ ഭഗവാനെ പറ്റി ഒരുപാട് മോശം കഥകൾ ഹൈന്ദവ സമാജം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മറ്റുള്ളവർ പറയുന്നതാണ്, അതൊക്കെ കേട്ട് സത്യമാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന, അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്നറിയാൻ വയ്യാത്തൊരു നല്ല സമാജം നമ്മുടെ കൂടെയുണ്ട്. അതോടൊപ്പം മറ്റു മതസ്ഥരും എല്ലാവരും കൂടി ഭഗവാന്റെ, അതായത് ഭാരതത്തിൻ്റെ ദേശീയതയുടെ പ്രധാന മാനബന്ധുക്കളിലൊന്നായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മോശം കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് നമ്മളും ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കാം. ഭഗവാനെ പറ്റി പൊതുവെയുള്ള ഒരു മോശം കഥ എത്രയാണെന്നറിയാം. അനേക കഥകളുണ്ട്. അതിലൊരെണ്ണം ഭഗവാന് 16,108 ഭാര്യമാരുണ്ടായിരുന്നുള്ളതാണ്. നമ്മളുടെ ആൾക്കാർ അത് വിശ്വസിച്ചിട്ട് പറയുന്ന, ഭഗവാൻ ആരാ പുള്ളി 16,008, ചിലർ പറയും 16,108, മോശമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വിദ്വാന്മാരാണ് നമ്മൾ. അതെന്താണെന്ന് അറിയത്തില്ല, അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഇല്ല. ഭഗവാന് കന്യാദാനത്തിൽ കൂടി, സ്വയംവരത്തിൽ കൂടി ചിലർ അഭ്യർത്ഥിച്ചതും പ്രകാരവും ഒക്കെ വിവാഹം ചെയ്തത്. വിവാഹത്തിന് പല മാനദണ്ഡങ്ങളുണ്ട്. ഗാന്ധർവം, സ്വയംവരം, പൈശാചം എന്നിങ്ങനെ പല മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പല മാനദണ്ഡങ്ങളിൽ കൂടി അദ്ദേഹം 8 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിവാഹം എന്ന് പറയുമ്പം വിദർഭ രാജകുമാരിയായിട്ടുള്ള രുക്മിണിയാണ്. രുക്മിണി അദ്ദേഹത്തെ അഗാധമായി സ്നേഹിക്കുകയും രുക്മിണിയുടെ സഹോദരൻ അതിനെതിരെ നിൽക്കുകയും മറ്റ് ശിശുപാലൻ പോലുള്ള ആൾക്കാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നുള്ള തീരുമാനത്തിലായി സ്വയംവരമൊക്കെ നിശ്ചയിച്ചു. രുക്മിണി ദേവി ഒരു ദൂതനെ പറഞ്ഞ് കൃഷ്ണൻ്റെ വിട്ട്, എനിക്ക് അങ്ങനെ കൂടാതെ കഴിയാൻ പറ്റില്ലെന്ന്. അങ്ങനെ കൃഷ്ണൻ വരികയും രുക്മിണിയെ സ്വീകരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ പേരിൽ വലിയ യുദ്ധങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഒന്നാമത്തെ കല്യാണം. രണ്ടാമത് സത്രാജിത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സമന്തകമണി നഷ്ടപ്പെട്ടു പോയി. അനിയൻ്റെ കൊടുത്തുവിട്ട് നഷ്ടപ്പെട്ടു പോയി. അത് കൃഷ്ണൻ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ കൃഷ്ണൻ സമന്തകമണി തേടി ജാമ്പവൻ്റെ ഗുഹയിലെത്തി. പലയിടത്തും നടന്ന അങ്ങനെ അവസാനം ജാമ്പവൻ്റെ ഗുഹയിലെത്തി. ജാമ്പവൻ ആരാണെന്നറിയാതെ കൃഷ്ണനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. അനേക തവണ കൃഷ്ണനെ മാരകമായിട്ട് ജാമ്പവൻ മർദ്ദിച്ചു. പക്ഷേ ആ മർദ്ദനമൊന്നും ചെയ്തു കൃഷ്ണൻ ഏൽക്കുന്നില്ലെന്ന് കണ്ട് അത്ഭുതത്തോടെ വീണ്ടും മർദ്ദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരെണ്ണം അവിടെ തിരിച്ചു കൊടുത്തു. ഒറ്റയടി ജാമ്പവനും തലകുത്തി താഴെ. അപ്പോൾ ജാമ്പവൻ ഒരു കാര്യം മനസ്സിലായി, ലോകത്ത് എന്നെ അടിക്കാൻ വളർന്നിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളത്, ശ്രീരാമദേവനാണ്. അപ്പോൾ ഇത് ശ്രീരാമദേവൻ തന്നെയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഈ കണ്ണും പിടിയൊന്നും കാണത്തില്ല, കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുക. നമുക്ക് കണ്ണൊക്കെ ഒന്ന് വിരിച്ച് നോക്കിയപ്പോൾ ശ്രീരാമൻ മുമ്പ് നിൽക്കുന്നു. തല വീണു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഇന്ന ആവശ്യത്തിനാണ് വന്നത്. അതെന്നെ ഇവിടെ ഉണ്ടല്ലോ, മണി ഇവിടെ ഉണ്ട്, ഞാൻ തരാം. ആ മണിയെ എടുത്തു കൊടുത്തു. സ്വന്തം മകളായ ജാമ്പവതിയെ കൂടെ കന്യാദാനം നടത്തി. അങ്ങനെ രണ്ടാമത്തെ കല്യാണം നടന്നു. മൂന്നാമത് സത്രാജിത്തിൻ്റെ മകളായ
സത്യഭാമയെ അദ്ദേഹം കന്യാദാനം നടത്തി. കൃഷ്ണന് സത്യാവസ്ഥ സംബന്ധമായ സത്യാവസ്ഥയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ 3 കല്യാണം. അത് കഴിഞ്ഞിട്ട് കാളിന്തി നദിയുടെ ചൈതന്യം സ്ത്രീരൂപത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. കാളിന്തി. അങ്ങനെ 4 കല്യാണം. അത് കഴിഞ്ഞപ്പോൾ നഗ്നാജിതി എന്ന് പറയുന്ന നഗ്നാജിത്തിൻ്റെ മകളെ നഗ്നാജിതി പുള്ളിക്കാരത്തി വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ് മിത്രവിന്ദ, ലക്ഷ്മണ, ഭദ്ര, അങ്ങനെ 8 പേരെ കൃഷ്ണൻ വിവാഹം കഴിച്ചു. അവരെല്ലാം പ്രധാന രാജ്ഞിമാരുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നരകാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ നരകാസുരനെ വധിച്ച ശേഷം നരകാസുരൻ്റെ കോട്ടയിൽ അദ്ദേഹം ബലപ്രയോഗം നടത്തി പിടിച്ചുകൊണ്ട് വന്ന് താമസിപ്പിച്ചിരുന്ന 16,100 രാജകുമാരിമാരെ മോചിപ്പിച്ചു. കൃഷ്ണൻ മോചിപ്പിച്ചിട്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ട് ദ്വാരകാവാസികളോട് പറഞ്ഞു, നിങ്ങൾ ഇവരെ വിവാഹം കഴിക്കണം. ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവരെ വിവാഹം കഴിക്കണം. എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ഇവരെ വിവാഹം കഴിക്കണം, അവർക്ക് ജീവിതം കൊടുക്കണം. പക്ഷേ നരകാസുരൻ്റെ കോട്ടയിൽ താമസിച്ചിരുന്നിട്ട് വന്നിട്ടുള്ള ഈ മഹിളാരത്നങ്ങളെ സ്വീകരിക്കുവാൻ ദ്വാരകയിലുള്ള ചെറുപ്പക്കാരും തയ്യാറായില്ല. പക്ഷെ അവർക്ക് ജീവിതം കൊടുക്കണ്ടേ? കൃഷ്ണൻ ഒരു തീരുമാനമെടുത്തു. കൃഷ്ണൻ പറഞ്ഞു, ഇവരെ ഞാൻ വിവാഹം കഴിക്കുന്നവരെ രാജമാതാക്കളായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ 16,100 രാജകുമാരിമാരെയും രാജമാതാക്കളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് രാജമാതാവിൻ്റെ സ്ഥാനം കൊടുത്തുകൊണ്ട് കൃഷ്ണൻ അവരെ വിവാഹം ചെയ്തതായിട്ട് ഡിക്ലെയർ ചെയ്തു. അങ്ങനെയാണ് 16,108 ഭാര്യമാർ കൃഷ്ണനുണ്ടെന്ന് പറയുന്നത്. അല്ലാതെ കൃഷ്ണനെ കണ്ട വീട്ടിലെല്ലാം കയറി അങ്ങ് താമസിക്കുകയോ പൊറുക്കുകയോ ഒന്നും ചെയ്ത് അങ്ങനെ 16,008 ഭാര്യ ആയതല്ല. ഇതിലൊരെണ്ണം പോലും കൃഷ്ണൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല. എല്ലാം അങ്ങോട്ട് ഒന്നുകിൽ അവരുടെ അച്ഛന്മാർ, അല്ലെങ്കിൽ അവർ സ്വയമേ, അല്ലെങ്കിൽ ഭക്തിപൂർവ്വം സ്വീകരിച്ചിട്ടുള്ളത്, അങ്ങനെ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ ആൾക്കാർ ഇതൊക്കെ വല്ലവനും പറയുന്നത് കേട്ടുകൊണ്ട് 16,108 ഭാര്യമാരെ വെച്ചുകൊണ്ടിരുന്ന ആളല്ലയോ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നത് ഹിന്ദുക്കളെ. പിന്നെ വല്ലവനുമൊക്കെ അതൊക്കെ പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ട്, വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും വേണം. അടുത്ത വേറൊരു ചിന്തയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.